അപ്പോഴേ ഞാൻ ഇന്നൊരു കിടിലൻ ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പിയായിട്ടാണ് വന്നേക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ചമ്മന്തിപ്പൊടിയുടെ മണം മാത്രം മതി ചോറുണ്ണാൻ കേട്ടോ. മണമായാലും ടേസ്റ്റ് ആയാലും അപാരമാണിതിൻ്റെ. ഇവിടെ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ ചമ്മന്തിപ്പൊടി. ഇതിനകത്ത് സ്വല്പം വെളിച്ചെണ്ണ ചേരുന്നുണ്ടെങ്കിലും ഇത് എത്ര കാലം വേണമെങ്കിലും കേടുകൂടാതിരുന്നോളും കേട്ടോ. അപ്പം ഇന്ന് ഞാനിത് കുറച്ച് അധികം ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് 100 ഗ്രാം മുളക് എടുത്തിട്ടുണ്ട്. 2 സൈസിലെ പിരിയനും പാണ്ടിയും 2 സൈസിലെ 50 ഗ്രാം മുളകും, പിന്നെ ഒരു 50 ഗ്രാം മല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് കുറച്ച് ഒരു 10-20 കൂട്ടം ചുമന്നുള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പില കേട്ടോ. ഇച്ചിരി തോനെയും കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം ഒരു ഇച്ചിരി വെളിച്ചെണ്ണ, ഒരു ശകലം വെളിച്ചെണ്ണ വെച്ചിട്ട് അതിനകത്തോട്ടാണ്ട് കറിവേപ്പില ഇട്ടിട്ട് ഈ പൊളിച്ച് വെച്ചിരിക്കുന്ന ചുമന്നുള്ളി ഇട്ട് ഒരു ആ ചുമന്നുള്ളിയുടെ ഒരു നിറം മാറുമ്പോഴത്തേക്കിനും ഞാൻ പിന്നെ കഴുകി വെച്ചിരുന്ന മല്ലി, ഇതെല്ലാം കഴുകിയാണ് എടുക്കുന്നത് കേട്ടോ. ഈ മല്ലിയെല്ലാം ഞാൻ കഴുകിയിട്ട് അന്നേരം തന്നെ അങ്ങ് വറുത്തെടുക്കുകയാണേ, തോരാനൊന്നും വെക്കുന്നില്ല. അപ്പം ആ മല്ലിയും കൂടി ഇട്ട് ഞാൻ ആദ്യം മൂപ്പിച്ചു കേട്ടോ. സാധാരണ ചെറിയ രീതിയിൽ ഞാനിത് ഉണ്ടാക്കുമ്പം ഇതിൻ്റെ കൂടെ മുളക് കൂടിയിട്ട് മൂപ്പിച്ചിങ്ങി എടുക്കുകയാണേ. ഇതിപ്പോൾ മുളക് തോനെയുണ്ടായിട്ട് ഞാൻ ബാക്കിയുള്ളതെല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ആ വെളിച്ചെണ്ണയിൽ തന്നെ ഞാൻ ഒരു ശകലം വെളിച്ചെണ്ണ ഉള്ളൂ ഇതിനകത്ത് കേട്ടോ. അതിനകത്തോട്ട് മുളക് കൂടെ മൂപ്പിക്കാനിട്ടു. അങ്ങനെ മുളക് മൂത്ത് വന്നപ്പോഴത്തേക്കിനും പിന്നെ ബാക്കി നേരത്തെ മൂപ്പിച്ച് വെച്ചിരുന്ന സാധനങ്ങളെല്ലാം കൂടെ ഞാനിട്ട് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചൂട് ചെറുതായിട്ട് ആറുമ്പോഴത്തേക്കിനും മിക്സിയുടെ ചെറിയ ജാറിൽ ഞാൻ ഇച്ചിരി പുളിയും ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് പൊടിച്ചേച്ച് അതിനകത്തൊട്ട് ഇതെല്ലാം കുറേച്ചിട്ട് പൊടിച്ചെടുത്തു കേട്ടോ. പൊടിച്ച് ഞാൻ ചെറിയ ജാറിൽ ആദ്യം ചെറുതായിട്ട് പൊടിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ പൊടിക്കുന്ന ജാറുണ്ടല്ലോ, ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് നന്നായിട്ട് അത് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. സത്യം പറയാനും ഇത് എത്ര കാലം ഇരിക്കുമെന്നറിയാമോ. ഇനി ഇപ്പോൾ സ്കൂളിൽ കൊണ്ടുപോകാൻ ഇവിടുത്തെ പിള്ളേർക്ക് ഇത് തന്നെ മതി. അപ്പോൾ എൻ്റെ ഈ ചമ്മന്തിപ്പൊടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.